നമസ്കാരം. കടമെടുക്കാൻ അനുവദിക്കണം, കേന്ദ്ര സർക്കാർ അന്യായമാണ് കാണിക്കുന്നത്, കേരളത്തോട് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും കൂട്ടുമന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ട് കുത്തിയിരിക്കാൻ പോയിരിക്കുന്നത്. സമരം എന്നാണ് പറയുന്നത്, പിന്നെ സമ്മേളനം എന്ന് പറഞ്ഞു, പിന്നീട് വീണ്ടും അല്ല സമരം എന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ഇന്ന് ജന്തർ മന്ദിറിൽ കേരളത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പ്രതിഷേധം നടക്കുമ്പോൾ നമ്മൾ കാണേണ്ട കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? കേരളത്തിൽ ഇന്നലെ 90 വയസ്സായ ഒരു അമ്മച്ചി നട റോഡിൽ കുത്തിയിരുന്നു. എന്താണെന്നറിയാമോ? അവർക്ക് 5 മാസമായിട്ട് വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നില്ല. അങ്ങനെ വാർദ്ധക്യകാല പെൻഷൻ കിട്ടാത്തതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാനോ അത്യാവശ്യം അരി വാങ്ങിക്കാനോ പൈസയില്ല, കടുത്ത ദാരിദ്ര്യത്തിലാണ്. ഇതെന്തൊരു അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അമ്മച്ചി, പൊന്നമ്മ എന്ന പേരിലുള്ള ഒരു അമ്മ അവിടെ കുത്തിയിരുന്നു. 90 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. മക്കൾക്കെല്ലാം പല തരത്തിൽ രോഗങ്ങളുണ്ട്, അവരെല്ലാം പല രീതിയിൽ പോകുന്നു. അപ്പോൾ ആകപ്പാടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഒരു ഒറ്റമുറി വീട്ടിലാണ് ഈ അമ്മ താമസിക്കുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ കറുപ്പ് എന്ന സ്ഥലത്താണ് ഇവരുടെ സ്ഥലം. അവിടെ പാലത്തിന്റെ, ഈ കറുപ്പ് പാലത്തിന് സമീപമാണ് ഈ പൊന്നമ്മ എന്ന അമ്മച്ചി സമരത്തിനിരുന്നത്. ഈ സമരം നടക്കുമ്പോൾ നമുക്ക് കേരളം ഒരിക്കലും മറക്കാത്ത പിച്ചച്ചട്ടി സമരമുണ്ടല്ലോ. 2 അമ്മമാർ പിച്ച എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയുമായിട്ട് ഇറങ്ങിയത്. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, അരി വാങ്ങിക്കാൻ പൈസയില്ല, അതുകൊണ്ട് നാട്ടുകാരെ വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പിച്ചച്ചട്ടി എടുത്തിറങ്ങിയ സമരം ഉണ്ടല്ലോ കേരളത്തിൽ. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ സർക്കാരിനെ, മുഖ്യമന്ത്രിയുടെ സർക്കാരിനെ വല്ലാതെ ചൊടിപ്പിച്ച ഒരു സമരമാണ് അത്. അന്നമ്മ ഫിലിപ്പും അതുപോലെ മറിയക്കുട്ടി അമ്മയും, ഈ 2 പേരും ഉയർത്തിയ വല്ലാത്ത ഒരു ചോദ്യചിഹ്നം, വല്ലാത്ത ഒരു സന്ദേശം ഈ ഗവൺമെന്റിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരുന്നു. അവസാനം ഈ മറിയക്കുട്ടിക്കെതിരെ ഒരുപാട് കള്ളപ്രചരണങ്ങൾ പാർട്ടി പത്രവും പാർട്ടി ചാനലും ഒക്കെ നടത്തിയെന്ന് നമ്മൾക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അമ്മയ്ക്ക് സമരം നടത്തേണ്ടി വന്നത് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഈ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണോ, അവഗണിക്കുന്നത് കൊണ്ടാണോ, അതോ നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണോ? നിങ്ങൾക്ക് കൃത്യമായിട്ട് ഖജനാവിനെ സംരക്ഷിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? സ്വന്തം ഖജനാവിനെ സംരക്ഷിക്കാൻ അറിഞ്ഞുകൂടാതെ ഖജനാവിനെ മരവിപ്പിച്ചിട്ട് കൊണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് സ്വന്തം കഴിവുകളെ മറച്ചു വെച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി, വടക്കേക്ക് നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര നീതി രഹിതമാണ് എന്ന് നമുക്ക് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പാർട്ടിയിൽപ്പെട്ട കുറെ ആൾക്കാരും മോദി വിരുദ്ധരും മാത്രമായിരിക്കാം ഇത്തരത്തിൽ ഇതിനെ അനുകൂലിക്കാൻ പോകുന്നത്. ഒരു കാര്യം, കേരളത്തിൽ ഇത് മാത്രമല്ല, കേരളത്തിൽ എത്രയോ പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ മുഴുവനും നിർത്തലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പോലും ക്ഷേമ പെൻഷൻ ഉടനെ കൊടുക്കും എന്ന ഒരു വാക്ക് പോലും പറഞ്ഞില്ല. 1 മാസം കൊടുക്കാൻ ശ്രമിക്കാം എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പോലും ധനകാര്യ വകുപ്പ് പറഞ്ഞത്. നമുക്ക് അറിയാം, ഭിന്നശേഷിക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് പെൻഷൻ കൊടുത്തിട്ടും ഇതുപോലെ 5-6 മാസമായിരിക്കുന്നു. ഏകദേശം 339 കോടിയോളം രൂപയാണ് ഇപ്പോൾ ഈ ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ കൊടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആശ്രയമുണ്ട്. അതായത് ഈ ഭിന്നശേഷിക്കാരും കിടപ്പിലായവർക്കും വേണ്ടിയിട്ട് ഒരു 600 രൂപ മാസം കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആശ്വാസ കിരണം എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയിൽ നിലച്ചിട്ടിപ്പോൾ വർഷങ്ങളായി. അതിലും 5 പൈസ കൊടുക്കുന്നില്ല. വലിയ വിപ്ലവമായിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഈ ഭിന്നശേഷിക്കാർക്ക് തന്നെ ഇൻഷുറൻസ് പദ്ധതി ഉണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് പദ്ധതിയും 1 വർഷത്തിലധികമായിട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. അത് സർക്കാർ പണം അടയ്ക്കുന്നില്ല, പ്രീമിയം അടയ്ക്കുന്നില്ല. അങ്ങനെ അതും വലിയ കൊട്ടിഘോഷിച്ച് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പദ്ധതി കൊണ്ടുവന്നത്. ആ പദ്ധതിയും പൊളിച്ച് അടുക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു 5000 കോടി രൂപ കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം കേന്ദ്രം അവഗണിക്കുന്നേ എന്നാണല്ലോ പറയുന്നത്. 5000 കോടി രൂപ കേന്ദ്രം കൊടുക്കാം, അതിന് പലിശ വേണ്ട, 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. നമ്മുടെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ വീട് വയ്ക്കാം, റോഡ് ഉണ്ടാക്കാം, എല്ലാം ചെയ്യാമായിരുന്നു. പക്ഷേ ആ പൈസ വാങ്ങിക്കാതെ മാറി നിന്നു. കാരണം ദുരഭിമാനം എന്ന് പറയുന്ന ഈ സർക്കാർ
സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ ഭാഗം ചെയ്താണല്ലോ എന്ന് പറയാതിരിക്കാൻ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് തോന്നുന്നു. ആ ദുരഭിമാനം കൊണ്ട് വാങ്ങിച്ചില്ല. ഇങ്ങനെ എത്രയോ പദ്ധതികളാണ് ഈ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പിന്നെ ലാപ്സാക്കി കളഞ്ഞത്. കൃത്യമായ കണക്കുകൾ കൊടുക്കാത്തതുകൊണ്ടും കൃത്യമായ പ്രപ്പോസൽ കൊടുക്കാത്തത് കൊണ്ടും എത്രയോ തുക, എത്ര കോടിക്കണക്കിന് തുകയാണ് കേന്ദ്രത്തിൽ നിന്നും ലാപ്സായി പോയത്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാനും ദേശീയ തലത്തിൽ വലിയൊരു പിന്നെ ആളായി മാറാനും ശ്രമിക്കുന്നതാണ് ഈ സമരം എന്ന് വ്യക്തമാണ്. 90 വയസ്സായ പൊന്നമ്മയും അതുപോലെ അത്രയും പ്രായമായ മറിയക്കുട്ടിയും അന്നമ്മയും ഒക്കെ ഉയർത്തുന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കൊടുത്തിട്ട് പോരെ ഡൽഹിയിലേക്കുള്ള ഈ വിമാനയാത്രയും അവിടുത്തെ സമരവും.